ഹായ്, നമുക്കിന്ന് കൂന് കറി വെക്കാൻ നോക്കാം. ഇത് കൂന് കേട്ടോ, 200 ഗ്രാം കൂനാണ്. ഇതിൽ ഗ്രാമ്പൂ, പെരിഞ്ജീരകം, കുരുമുളക്, പട്ട അങ്ങനെ എല്ലാം ഉണ്ട് കേട്ടോ. ഇത് നമ്മുടെ വെജിറ്റബിൾസ്. അതുകൾ വരുന്നു, പൂച്ചകളൊക്കെ വരും. ഇതുണ്ട് സവോള, വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി, തക്കാളി. ഇതിൽ ചൂടുവെള്ളം കൂടി വേണം കേട്ടോ. നമ്മൾ കഷ്ണങ്ങളാക്കിയ കൂന് പിന്നെ ചുടുവെള്ളത്തിലിട്ടിട്ട് മഞ്ഞപ്പൊടി ഇട്ടിട്ടാണ് കഴുകുക. കുറച്ച് ചുടുവെള്ളം കറി വയ്ക്കാനും വേണം കേട്ടോ. വെള്ളം തിളച്ചുകൊണ്ടിരിക്കുകയാണ്, നമുക്കത് ഓഫാക്കാം. നമ്മളിതിലെല്ലാം കട്ട് ചെയ്ത് എടുക്കണം കേട്ടോ. നല്ല കട്ട് ചെയ്ത് എടുക്കുന്നത്. ഇതെല്ലാം വൃത്തിയാക്കി കട്ട് ചെയ്തതിന് ശേഷം ചൂടുവെള്ളം, ഇളം ചൂടുവെള്ളം, ഇത്തിരി മഞ്ഞപ്പൊടി ഇട്ടിട്ട് നമുക്ക് ഈ കൂനിനെ മൊത്തം കഴുകി വൃത്തിയാക്കി എടുക്കാം കേട്ടോ. എനിക്ക് നമ്മുടെ നാട്ടിലൊക്കെ മഴക്കാലത്തൊക്കെ പൊന്തില്ലേ, അങ്ങനത്തെ കൂനുകളാണ് ഞാൻ കൂടുതലും കറി വെച്ചിട്ടുള്ളത്. ഞങ്ങളുടെ നാട്ടിൻപുറം ആയതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഇഷ്ടം പോലെ കൂനുകൾ കിട്ടാറുണ്ടായിരുന്നു. ഇപ്പോഴൊക്കെ കിട്ടാറൊക്കെ കുറവാണ് കേട്ടോ. എന്നാലും അതിനൊരു ടേസ്റ്റ് ഭയങ്കരമാണ്. ഈ ടേസ്റ്റും അതും വ്യത്യാസമുണ്ട് കേട്ടോ. ഇത് 200 ഗ്രാമിന് 60 രൂപയാണ്. ഇവിടെ ഓട്ടോ സ്റ്റാൻഡിൽ നമ്മളെ വീട്ടമ്മമാർ കൊണ്ടുവന്ന് വിൽക്കുന്നതാണ്. എനിക്കും ഒരാഗ്രഹമുണ്ട് കേട്ടോ, കൂന് കൃഷിയൊക്കെ ചെയ്യണം എന്നൊക്കെ. പക്ഷേ അതിനുള്ള സാഹചര്യങ്ങളൊന്നും ഒത്തു വന്നിട്ടില്ല. താല്പര്യമുണ്ട്, ചെയ്യണം എന്നുണ്ട്. എന്തായാലും തുടങ്ങണം. നമുക്കിത് കഴുകി വൃത്തിയാക്കിയിട്ട് വരാം. കഴുകി വെച്ചിട്ടുണ്ട് കൂന്. ഇനി നമുക്കിതിൽ വേണ്ടുള്ള മറ്റേ ഇതൊക്കെ അല്ലേ, പട്ട, ഗ്രാമ്പൂ, ആ ഐറ്റങ്ങളൊക്കെ നമുക്ക് അരച്ചെടുക്കാം. ഇഞ്ചിയാണ് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് അരയില്ല, അതുകൊണ്ട് നമുക്ക് ഇഞ്ചി, പിന്നെ വെളുത്തുള്ളി എല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചതാണേ. ഇതിനെല്ലാം പാടെ നമുക്കൊന്ന് അരച്ചെടുക്കാം. ഇതാട്ടോ, നമ്മൾ എല്ലാം പാടെ ഒന്നിച്ചങ്ങോട്ട് അരച്ചെടുക്കുക. എല്ലാം അരച്ചതിന് ശേഷം ഇനി നമുക്ക് പൊടികൾ എടുക്കാം. ഇത് കണ്ടോ, നമ്മുടെ കൂന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. പച്ചമുളക് ഒന്ന് കീറിയില്ല കേട്ടോ, ഒന്ന് കീറിയിടുന്നതാണ് നല്ലത്. ഉണ്ടോ, ഒന്ന് നടു പൊളിച്ചിടും. അതിനുശേഷം നമുക്ക് ചട്ടി അടുപ്പിൽ വയ്ക്കാം. ഇതാട്ടോ ചട്ടി. ഇത്തിരി എണ്ണ ബാലൻസ് ഉള്ളത് കൊണ്ട് അതെടുത്തുന്നേ ഉള്ളൂ. നമ്മൾ പാവപ്പെട്ടവരല്ലേ, പുതിയ എണ്ണയൊന്നും ഒഴിക്കുന്നില്ല. ഇത്തിരി ചിക്കൻ പൊരിച്ച എണ്ണ ഉണ്ടായിരുന്നു, അതിൽ തന്നെ കറി വയ്ക്കാൻ തീരുമാനിച്ചു. ഇത്ര എണ്ണ വേണ്ട ചട്ടി നമുക്ക് വേറെ എടുക്കാൻ തോന്നും. എന്തായാലും ഗ്യാസ് ഓഫാക്കാം. എനിക്ക് എണ്ണയിലൊരു വിശ്വാസക്കുറവ് കേട്ടോ. അങ്ങനെ ഗ്യാസ് ഓണാക്കി ചട്ടി അടുപ്പിൽ വയ്ക്കാം. ഇനി നമുക്ക് എണ്ണ എടുക്കാം. ഇത് നല്ല വെളിച്ചെണ്ണയാണ് കേട്ടോ. വെളിച്ചെണ്ണ എടുത്ത് ചൂടായ ചട്ടിയിലേക്ക് എണ്ണ ഒഴിക്കും. ഇതരുന്നുണ്ട്. വെളിച്ചെണ്ണയിലാണ് പാചകം. ആ എണ്ണ ചിക്കൻ പൊരിച്ച എണ്ണ ആയതുകൊണ്ട് ഇനി കൂന് കറി വയ്ക്കുമ്പോൾ അതിൻ്റെ ഒരു ചൊയ അടിച്ചാലും അതുകൊണ്ട് മാറ്റിയതാണ് കേട്ടോ. കണ്ടോ, എണ്ണ ചൂടായിട്ടില്ല. എണ്ണ ചൂടാവുമ്പോൾ നമുക്ക് വേണ്ട സാധനങ്ങളെല്ലാം എടുത്തിടാം. ഓക്കെ, ആദ്യം നമ്മുടെ പച്ചമുളക് കീറിയത്, പിന്നെ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി ആ പേസ്റ്റില്ലേ അതെല്ലാം, എന്നതിൻ്റെ ശേഷം നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം.
പിന്നെ നമുക്ക് വേണ്ടത് സവോള. ഒരു കയ്യിൽ മൊബൈൽ പിടിക്കുന്നത് കൊണ്ട് അങ്ങനെ ഒന്നും പറ്റില്ല കേട്ടോ. അയ്യോ മൊത്തം നമുക്കിതിനൊക്കെ നന്നായി വഴറ്റിയെടുക്കാം. സവോള ഒന്ന് വഴന്നോട്ടെ, നമുക്ക് തക്കാളി കൊട്ടാം. ഇനി നമുക്ക് വേണ്ടത് ആവശ്യത്തിന് ഉപ്പാണ് കേട്ടോ. ഹാളിലെല്ലാവരും TV കാണുകയാണ്. ഇത് നമ്മുടെ വേൾഡ് കപ്പല്ലേ, സഞ്ജുവിൻ്റെ കളി കണ്ടുകൊണ്ടിരിക്കുകയാണ്. നോമ്പ് തുറന്നേ ഉള്ളൂ, ചോറായി. ഇനി നമുക്ക് ഒരു മോരുകറി ഉണ്ടാക്കണം. കൂന് നമുക്ക് വരണ്ട് വന്നു. ഇനി നമ്മുടെ പൊടികൾ ചേർക്കാം കേട്ടോ. നമ്മളെടുത്ത് വെച്ചിട്ടുള്ള മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പൊടികളൊക്കെ ചേർക്കാം. കറിവേപ്പില ഇല്ല കേട്ടോ, മുറ്റത്ത് ചെടി അവിടെ പോകണം. അതുകൊണ്ട് ഇലകൾ ഇടുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ. മല്ലിയിലയോ കറിവേപ്പിലയോ പുതിനയോ എന്താ നിങ്ങളുടെ കൈവശമുള്ള ഇലകൾ ഇടുക. എൻ്റെ അടുത്ത് ഇലകളൊന്നുമില്ല, അതുകൊണ്ട് ഞാൻ ഇടണമില്ല. ഇനി നമ്മൾ കഴുകി വൃത്തിയാക്കി മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് ക്ലീനാക്കി വെച്ചിട്ടുള്ള കൂനിനെ കൊട്ടാം. കൂനിൽ വെള്ളം ഉണ്ടാവും, അതുകൊണ്ട് അധികം വെള്ളം ഒഴിക്കണ്ട. നമ്മുടെ കൂനി കറി റെഡി. നമുക്ക് സംഭവങ്ങളൊക്കെ ഒരുക്കി വെക്കേണ്ട താമസമുള്ളൂ കേട്ടോ. ബാക്കി നമ്മളപ്പോൾ തിളപ്പിച്ച് വെച്ചില്ലേ കുറച്ച് ചൂടുവെള്ളം, ആ വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുക ആവശ്യത്തിന്. പിന്നെ തേങ്ങാപ്പാൽ ചേർക്കണവർക്ക് തേങ്ങാപ്പാൽ ചേർക്കുക, തേങ്ങാപ്പാൽ വേണ്ടാത്തവർക്ക് അങ്ങനെ ചേർക്കാം. അങ്ങനെ നമ്മുടെ ഇഷ്ടം പോലെ അതിനനുസരിച്ചിട്ട് നമുക്ക് അപ്പത്തിനോ ചോറിനോ പുട്ടിനോ പത്തിരിക്കോ അങ്ങനെ എന്തിനാണോ കൂട്ടണം അതിനനുസരിച്ച് നമുക്ക് വയ്ക്കാം. ഓക്കെ, നമ്മുടെ കൂനി കറി തയ്യാറായി. ഇനി വേകട്ടെ, നമുക്കിനി അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഒരു 10 മിനിറ്റ് കേട്ടോ. അപ്പോൾ ഇതിന് കൂനി വേഗം കുക്കാകുന്നതാണ്. ഓക്കെ, ഞാൻ ആദ്യമായിട്ടാണ് ഈ വീഡിയോ ഒക്കെ ഇങ്ങനെയൊക്കെ ഇടുന്നത്. അതിൻ്റെ ഒരുപാട് കുറവുകളൊക്കെ ഉണ്ടാവും, എന്നാലും എല്ലാവരും സഹകരിക്കുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ.